നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ തീം എങ്ങനെ ഈ ലോകം മെച്ചപ്പെടുത്താമെന്നതാണ്. എല്ലാ കൂട്ടുകാർക്കും തങ്ങളുടെ ആശയങ്ങൾ അവതരിപ്പിക്കാൻ സമയമുണ്ടായിരിക്കും. പക്ഷെ ഒരു സമയത്ത് ഒരു കൂട്ടർ മാത്രം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ടീമിൽ നമുക്ക് സ്വാഗതം ചെയ്യാം. എന്താണ് അവർക്ക് പറയാനുള്ളത് നമുക്ക് കേൾക്കാം. ലോകം മെച്ചപ്പെടുത്താൻ ഒരേ ഒരു മാർഗം എല്ലാവരും നന്നായി വിദ്യാഭ്യാസം ചെയ്യുക എന്നതാണ്. പക്ഷേ നാം എത്ര പഠിച്ചാലും സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തിയിട്ടില്ലെന്നാണ് ബൈബിൾ പറയുന്നത്. ബൈബിൾ ഒരു പഴയ പുസ്തകമല്ലേ? നമ്മുടെ പ്രശ്നങ്ങളും പഴയതല്ലേ? സ്റ്റോപ്പ് വാദപ്രചാരമൊന്നും വേണ്ട. അടുത്ത ടാബ്ലോ കൊണ്ടുവരൂ. ഈ ലോകത്ത് പണം കൊണ്ട് നേടുക വേണ്ട വല്ല കാര്യമുണ്ടോ? തന്നെയല്ല, ലോകത്തിന്റെ പുരോഗതിക്ക് ആക്കം കൂടുന്നതിൽ ഒരു പ്രധാന ഘടകം തന്നെയാണ് സമ്പത്ത്. അതുകൊണ്ട് ലോകം മെച്ചപ്പെടുത്താൻ നമുക്ക് ചെയ്യാനുള്ളത് സമ്പാദ്യശീലം വളർത്തുക എന്നതാണ്. ആവശ്യത്തിന് പണം നേടിയാൽ എല്ലാവർക്കും സന്തോഷമായി. പക്ഷേ മതിയാവോളം പണം ആരെങ്കിലും എന്തെങ്കിലും നേടിയിട്ടുണ്ടോ? എനിക്കറിയാവുന്ന ചില ആൾക്കാരുണ്ട്, ഒട്ടും സന്തോഷമില്ലാത്തവരാണവർ. പ്ലീസ് അടുത്തത് കൊണ്ടുവരൂ. ഇത് നിങ്ങൾക്കാർക്കും ഇഷ്ടപ്പെടില്ല. പക്ഷെ ലോകം നന്നാക്കാൻ ഒരേ ഒരു മാർഗമാണിത്. എല്ലാം തകർക്കുക, ചുട്ട് ചാമ്പലാക്കുക. ഇന്ന് സമൂഹം മുഴുവൻ ദുഷിച്ചതാണ്. അതുകൊണ്ട് എല്ലാം നശിപ്പിക്കണം. അയ്യോ, അതോടൊപ്പം നമ്മുടെ നഷ്ടമാകുമല്ലോ. ശരി, ഇനി അടുത്തത് കൊണ്ടുവരൂ. എന്താണ് നിങ്ങളുടെ പരിഹാര മാർഗം? ഇതൊരു പരിഹാര മാർഗമല്ല, ദൈവം ഒരുക്കിയിട്ടുള്ള മാർഗമാണ്. ദൈവത്തിങ്കിലേക്ക് തിരിയുക എന്നുള്ളത്. സ്വന്തം ആഗ്രഹപ്രകാരമുള്ള സ്വാർത്ഥ ജീവിതത്തിൽ നിന്ന് മനം തിരിയണമെന്ന് യേശു പറഞ്ഞു. ലോകത്തിലുള്ളവർ അവനവന് വേണ്ടിയാണ് ജീവിക്കുന്നത്, എന്നാൽ ക്രിസ്തുവിലായവർ അന്യർക്ക് വേണ്ടി ജീവിക്കുന്നു. ഇതാണ് ലോകത്തെ മെച്ചപ്പെടുത്തുവാൻ ദൈവം ഒരുക്കിയിട്ടുള്ള പദ്ധതി. ദൈവം നമ്മുടെ സ്വർഗ്ഗസ്ഥ പിതാവാണ്. നാം ഇനി സഹോദരങ്ങളായി ജീവിക്കണം. നിങ്ങൾ 4 ടീമും വളരെ നന്നായി തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞു. എങ്കിലും നിങ്ങളുടെ അറിവിലേക്ക് കുറച്ച് കാര്യങ്ങൾ പറയട്ടെ. കൂടുതൽ പഠിച്ചതുകൊണ്ട് മാത്രം ലോകത്തെ മെച്ചപ്പെടുത്താനാവില്ല. യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭം. ഓരോ വ്യക്തിയും സന്മാർഗിക ബോധമുള്ളവരായിരിക്കണം. രണ്ടാമത്തെ ടീം പറഞ്ഞു സമ്പാദ്യത്തിനെ കുറിച്ച്. സമ്പാദ്യശീലം നല്ലത് തന്നെ. ഉത്സാഹമായി സമ്പത്തുണ്ടാകുന്നു എന്ന് ബൈബിൾ പറയുന്നു. പക്ഷെ ഒരുവൻ സർവ്വലോകവും നേടിയാലും തന്റെ ജീവിതം നഷ്ടമാക്കിയാൽ അവന് ഒരു പ്രയോജനവുമില്ല. മൂട, ഇന്ന് നിന്റെ പ്രാണനോട് ചോദിച്ചാൽ പിന്നെ നീ ഒരു ചോദിച്ചത് ആർക്കാകുമെന്നാണ് ബൈബിൾ ചോദിക്കുന്നത്. മൂന്നാമത്തെ ടീം പറഞ്ഞു എല്ലാം നശിപ്പിക്കണമെന്ന്. ക്രൂരവും പൈശാചികമായ ചിന്തകൾ നാം വെച്ചു പുലർത്തരുത്. അത് ലോകത്തെ മെച്ചപ്പെടുത്താനുള്ള മാർഗമേയല്ല. നാലാമത്തെ ടീം പറഞ്ഞതാണ് ഏറ്റവും നല്ല മാർഗം. ദൈവം നമ്മെ സൃഷ്ടിച്ചത് ദൈവത്തിന്റെ സൃഷ്ടിജാലങ്ങളെ നോക്കി ദൈവം എത്ര ഒന്നിനെന്ന് വാഴ്ത്താനും മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി ദൈവം ഒരുക്കിയ പദ്ധതികളെ അറിയുവാനും പറയുവാനും വേണ്ടിയിട്ടാണ്. ബൈബിൾ തന്നെ പറയുന്നു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ദൈവം തന്റെ ഓരോ പുത്രനെയും മരിക്കാൻ അനുവദിച്ചതും മനുഷ്യനോടുള്ള ദൈവത്തിന്റെ സ്നേഹം ഒന്നുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ഓരോ വ്യക്തിയും തന്റെ രക്ഷയെ സ്വായത്തമാക്കി ദൈവത്തിങ്കിലേക്ക് തിരിക. ഇതാണ് ലോകത്തെ മെച്ചപ്പെടുത്താനുള്ള ദൈവത്തിന്റെ പദ്ധതി. Very good.